ഹലോ നമസ്കാരം, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. SSLC പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ തന്നെ കുട്ടികളുടെ മനസ്സിൽ വയലേഷനെ കുറിച്ചിട്ടും SSLC റിസൾട്ടിനെ കുറിച്ചും ഒക്കെയുള്ള ചിന്തകളുണ്ടാവും, സ്വാഭാവികമാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പുതിയ ചില അപ്ഡേറ്റുകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ നിങ്ങളൊരു SSLC വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വരുന്ന എല്ലാ പരീക്ഷയുമായി ബന്ധപ്പെട്ട വീഡിയോകളും വാല്യുവേഷനെ കുറിച്ചിട്ടും SSLC റിസൾട്ടിനെ കുറിച്ചും +1 അഡ്മിഷനെ കുറിച്ചും എല്ലാമുള്ള വീഡിയോകൾ ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പെട്ടെന്ന് കാര്യത്തിൽ കിടക്കാം. SSLC വാല്യുവേഷനും SSLC റിസൾട്ടും ഇത്തവണ റെക്കോർഡ് വേഗത്തിലായിരിക്കും എന്നുള്ളതാണ് പുതിയ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. SSLC വാല്യുവേഷൻ ഏപ്രിൽ 3 ആരംഭിച്ച് ഏപ്രിൽ 26 അവസാനിക്കും എന്ന് വിചാരിച്ച് അതിനർത്ഥം ഏപ്രിൽ 3 മുതൽ 26 വരെ വാല്യുവേഷനാണെന്നല്ല. ഏപ്രിൽ 3 മുതൽ 11 വരെ ഒരു ഘട്ടം, 21 മുതൽ 26 വരെ അടുത്ത ഘട്ടം. ഏകദേശം ഒരു 14 ദിവസം, 2 ആഴ്ച, കൃത്യം 14 ദിവസത്തെ വാല്യുവേഷനാണ് ഇത്തവണ നടക്കുക. പിന്നീട് മെയ് 5 തന്നെ SSLC റിസൾട്ട് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം SSLC വാല്യുവേഷൻ കഴിഞ്ഞാൽ പിന്നീട് ടാബുലേഷൻ വർക്കുകളുണ്ട്. അതിനുശേഷം വിദ്യാഭ്യാസ വകുപ്പിൽ ഉന്നതതല യോഗം ചേർന്ന് റിസൾട്ട് അംഗീകരിക്കണം. ഇങ്ങനെയുള്ള കുറച്ച് പ്രോസസ്സുകളൊക്കെ ഉണ്ട്. ഇതിന് ശേഷമാണ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ മെയ് 5 എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് മെയ് 3 4 ഒക്കെ ആവും. കഴിഞ്ഞ വർഷം മെയ് 8 അതിനു മുമ്പത്തെ വർഷങ്ങളൊക്കെ മെയ് 20 18 ഒക്കെ ആയിട്ടുണ്ട്. ഇത്തവണ പക്ഷേ മെയ് 5 തന്നെ റിസൾട്ട് വരുന്നതിന് വളരെ വേഗത്തിലാണ് റിസൾട്ട് വരുന്നത്. 2 കാരണങ്ങൾ കൊണ്ടാണ് റിസൾട്ട് ഇത്ര പെട്ടെന്ന് ആവാനുള്ള കാരണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒന്ന്, +1 ക്ലാസ്സുകൾ അഡ്മിഷൻ എല്ലാം കഴിഞ്ഞ് ക്ലാസ്സുകൾ പ്രോപ്പറായിട്ട് ഒരു ജൂണിൽ തന്നെ ആരംഭിക്കുക എന്നൊരു ഉദ്ദേശമുണ്ട്. രണ്ടാമത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത്തവണ 10ാം ക്ലാസ്സിൻ്റെ SSLC ടെക്സ്റ്റ് ബുക്ക് മാറുന്നുണ്ട്. സ്വാഭാവികമായിട്ടും മെയ് മാസത്തിൽ ഒരുപാട് ട്രെയിനിങ് ക്ലാസ്സുകളും കോഴ്സുകളുമൊക്കെ ടീച്ചേഴ്സിന് നടക്കേണ്ടതുണ്ട്. അതിൻ്റെ ഒരുക്കങ്ങൾക്ക് കൂടി വിദ്യാഭ്യാസ വകുപ്പിന് കൂടുതൽ സമയം കണ്ടെത്തേണ്ടി വരും. അതുകൊണ്ടും കൂടി ആവാമെന്ന് തോന്നുന്നു കുറച്ചുകൂടി നേരത്തെ റിസൾട്ട് ഇത്തവണ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചതാണോ എന്നറിയില്ല. മേ ബി അതാവാം. ഇത്തവണ കുറച്ച് നേരത്തെ കാര്യങ്ങൾ നീക്കാനുള്ള കാരണം എന്ന് മനസ്സിലാക്കുന്നു. കൂടുതൽ അധ്യാപകരെ വെച്ചിട്ടൊക്കെ ആയിരിക്കും പൂർത്തിയാവുക. വേഗത്തിൽ എന്ന് പറഞ്ഞാൽ പേപ്പർ നോക്കുന്നതൊക്കെ സാധാരണ പോലെ തന്നെയായിരിക്കും കേട്ടോ. ഈ 80 മാർക്കിൻ്റെ പേപ്പർ 24 ഒരു ദിവസം നോക്കൂ, 40 മാർക്കിൻ്റെത് 36 ഒരു ദിവസം നോക്കൂ. ഒരു പക്ഷേ കൂടുതൽ അധ്യാപകരെ നിയോഗിച്ചേക്കാം. അല്ലെങ്കിലും ഈ ഒരു ദിവസം കൊണ്ടൊക്കെ പേപ്പർ വാല്യുവേഷൻ കഴിയാറുണ്ട് എന്നുള്ളത് വേറൊരു യാഥാർത്ഥ്യം. എന്നാലും റിസൾട്ടിൻ്റെ വരുന്നത് കുറച്ച് നേരത്തെയാണ്. അത് കുട്ടികളെ സംബന്ധിച്ച് നല്ല കാര്യമാണ്. ഓക്കെ, കാരണം വേഗം റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പരിപാടി നോക്കാം. നല്ല റിസൾട്ട് അറിഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കേണ്ടി വരും. ഇപ്പം തന്നെ ടെൻഷൻ തുടങ്ങിയില്ലേ? ആ ടെൻഷൻ വേണ്ട. കൂടുതൽ വീഡിയോകൾ ഉടൻ വരും. താങ്ക് യു.